ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂ ആറാട്ടുകടവ് മേഖലയിലെ കർഷകരെ കുടിയിറക്കാനുള്ള കർണാടക സർക്കാരിന്റെ നടപടികൾ നിർത്തിവെച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെ കർണാടക വനം മന്ത്രി അറിയിച്ചു. കുടിയിറക്കൽ ഭീഷണി നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസിന്റെ നേതൃത്വത്തിൽ എംപിക്ക് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് കെ.സി. വേണുഗോപാൽ എംപി മുഖാന്തരം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി കർണാടക മുഖ്യമന്ത്രി, വനം മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് വനം മന്ത്രി ഈസർ ഖണ്ഡ്രെ നടപടികൾ നിർത്തിവെച്ചതായി എംപി അറിയിച്ചതായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കടവ് മേഖലയിലെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി വളരെ ആശങ്കയിലും അതിലേറെ മാനസിക ബുദ്ധിമുട്ടിലുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ മേഖലയിലെ കർഷകർ. കഴിഞ്ഞ 50 വർഷക്കാലമായി ഈ മേഖലയിൽ ആറാട്ടുകടവ് മീന്തുള്ളി റവന്യൂ മേഖലയിൽ താമസം ആരംഭിച്ചു. അവർക്ക് പട്ടയം ലഭിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ബാക്കി എല്ലാ അനുബന്ധ രേഖകളും അവർക്കുണ്ട്. റേഷൻ കാർഡുണ്ട്. പെരിങ്ങോ മേഖല ഗ്രാമപഞ്ചായത്ത് മുതൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വരെയുള്ള വീട്ട് നമ്പറും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരെ ഇപ്പോൾ കർണാടക സർക്കാർ വനം വകുപ്പിൻ്റെ DFOയുടെ ഒരു ലെറ്റർ കൊടുത്ത് ഇവിടുന്ന് ഒഴിയണം എന്നുള്ളൊരാവശ്യം, നിലവിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും അവരുടെ ദേഹഗണങ്ങളെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഇവിടുന്ന് സ്ഥലം മാറി പോകണമെന്നുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടും ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവനോപാധികൾ അവർ വളരെ കാലം കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ ദേഹഗണങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ച് ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ച ചെയ്യുകയുണ്ടായി. അതിലുപരിയായി അതിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ ആഴ്ച ശ്രീ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വരികയും MPയുടെ വീട്ടിൽ പോയി, ബഹുമാനപ്പെട്ട MP അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച കാഞ്ഞങ്ങാട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സമയം ചോദിച്ച് നമ്മളത് അവിടെ ചെല്ലുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ MP ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ രേഖകളൊക്കെ മേടിക്കുകയും ചെയ്തു. ഡൽഹിയിലെത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അദ്ദേഹം അന്ന് അറിയിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം ചൊവ്വാഴ്ച എന്നെ വിളിച്ചിരുന്നു. വീണ്ടും കുറച്ച് പേപ്പർ കൂടെ ആവശ്യപ്പെട്ടു. കോടതിയിൽ പോയ കടലാസും അതുപോലെ തന്നെ ഇവരുടെ അനുബന്ധ രേഖകൾ, ഇവിടെ താമസിച്ചതിനുള്ള അനുബന്ധ രേഖകളൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഇന്നലെ രാത്രി അദ്ദേഹം എന്നെ ഒരു 11 മണിക്ക് 11:30 വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ K.C. വേണുഗോപാലും അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അതുപോലെ നമ്മുടെ ബഹുമാനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ എന്നയാളുമായി നേരിട്ട് സംസാരിക്കുകയും ഈ ഒരു വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒഴിപ്പിക്കൽ പദ്ധതി നിർത്തിവെക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട MP ഇവിടെ ഈ കർഷകരെ അറിയിക്കുവാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ വിവരം ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശം ഇന്ന് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ച് കർഷകരെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശ്രദ്ധയിൽ വരികയും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോഷി ജോസിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MPയെ കണ്ട് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം ബഹുമാനപ്പെട്ട സംഘടനാധികളുടെ K.C. വേണുഗോപാലിനെ ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ കർണാടക സർക്കാരും കർണാടക മുഖ്യമന്ത്രിയും കർണാടക വനവകുപ്പ് മന്ത്രിയൊക്കെ ബന്ധപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ കർഷകരോടൊപ്പമാണ് കർണാടക ഗവൺമെൻറ്റും. ഈ പ്രദേശത്തെ കർഷകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ഉചിതമായ തീരുമാനം ഗവൺമെൻറ് എടുക്കുമെന്ന് വെക്കാൻ പറ്റും. നമുക്ക് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും, ഇപ്പോൾ നമ്മളൊക്കെ വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ ജനതയും ആ കേരളത്തിലെ ജനതയോടൊപ്പം കർണാടക ജനതയും അതുപോലെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഒന്നുചേർന്നുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആ കർണാടക ജനത ബഹുമാനപ്പെട്ട കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി 100 വീടുകൾ നിർമ്മിച്ച് നൽകും എന്ന് പറയുകയും ഇന്നലെ കർണാടകത്തിൻ്റെ നിരവധി കണ്ടെയ്നറുകളാണ് സാധനങ്ങളുമായി വയനാട്ടിലെത്തിയത്. അത് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കർഷകർക്ക് ദ്രോഹമുണ്ടാക്കുന്ന ഒരു നടപടിയും കർണാടക ഭാഗത്ത് ഉണ്ടാകില്ല. ഏതെങ്കിലും ഓഫീസറുടെ ഭാഗത്ത് നിന്ന് വന്ന അശ്രദ്ധ കൊണ്ടായിരിക്കാം ഇത്തരം ഒരു നടപടി ഉണ്ടായത്. അപ്പോൾ ആ നടപടി ഉണ്ടായപ്പോൾ തന്നെ അത് MP അറിയിക്കുകയും അതിൽ MP വളരെ
പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. ശ്രീ റോഷി ജോസ് പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട MP ഇവിടെ വരും, ഇവിടെയുള്ള ആളുകളെ കാണും. ഇവിടെയുള്ള മറ്റു വിഷയങ്ങളും അദ്ദേഹം കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം വളരെ മറ്റൊരു കാര്യം സന്തോഷം പറയാനുള്ളത്, ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം വീണ്ടും നമ്മുടെ ഭാഗമണ്ഡലവുമായി റോഡുമായി ബന്ധപ്പെട്ട സബ്മിഷൻ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ചോദ്യ രൂപത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അതും അത്തരം കാര്യങ്ങളിലും ഇനി ഈ റോഡ് ഏതെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്ക് പൂർത്തീകരിക്കാനുള്ള നടപടികൾ കർണാടക ഗവൺമെന്റിനെ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലും ബഹുമാനപ്പെട്ട MP ഇടപെടും എന്ന് അറിയിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇവര് 50ഓളം വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരം താമസിക്കാരാണ്. ആ കാര്യങ്ങള് ഇവിടുത്തെ പാർട്ടി നേതൃത്വം, കേരളത്തിലെ പാർട്ടി നേതൃത്വം, ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട MP മുഖേന, KC വേണുഗോപാൽ മുഖേന കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കൊക്കെ അറിയാൻ സാധിച്ചതുപോലെ ഈ കർണാടക ഗവൺമെന്റിന്റെ ഈ നടപടികൾ നിർത്തിവെക്കാൻ വെച്ചുകൊണ്ടുള്ള ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് 15 മുതൽ 18 വരെ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് കാരറ്റിന് 15,000 രൂപ വരെ ഡിസ്കൗണ്ട്. പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം. കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 70, 80, 90% വരെ കിഴിവും നേടാൻ സുവർണാവസരം. സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് 5% ഡിസ്കൗണ്ട്. ഭീമ ജ്വല്ലറി, കാസർഗോഡ്, കാഞ്ഞങ്ങാട്.